പുടിൻ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം ഈ എണ്ണയുമായി ബന്ധപ്പെട്ട അതാണല്ലോ നമുക്ക് എതിരെ അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തേണ്ട ഒരു പ്രധാന കാരണവും അതാണല്ലോ. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ ഒരു നിലപാട് പല രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലടക്കം എണ്ണ നൽകില്ല, അത്തരത്തിലുള്ള പാതകൾ അടയ്ക്കും എന്നുള്ള ഒരു തീരുമാനമൊക്കെ വന്നിരിക്കുന്നു. ഇതിൽ എന്ത് നിലപാടായിരിക്കും റഷ്യ സ്വീകരിക്കുന്നത്? റഷ്യ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഈ റിയാക്ടറുകൾ എണ്ണ മേടിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമേരിക്ക, പിന്നെ യുറേനിയം കൊടുക്കുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന്, പിന്നെ ലോകത്തെ ഏറ്റവും വലിയൊരു രാജ്യമായി ഇന്ത്യ മഹാരാജിന് എണ്ണ കൊടുക്കണ്ടെന്ന് പറയുന്നത് എന്തിനായോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഞങ്ങൾ എണ്ണ ഇവിടെ കൊടുക്കും. 2 പാതയാണെന്ന് പ്രഖ്യാപിച്ചത്, ഒന്ന് ചെന്നൈ വരുന്നതും പിന്നൊന്ന് ബോംബെ വഴിയുള്ളൂ. അതിനുശേഷമാണ് ഈ GCC രാജ്യങ്ങളുടെ കാര്യം G7 രാജ്യങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി വേറെ കാര്യം ഇവിടെ പറഞ്ഞു. എന്തോന്ന് G7 രാജ്യം, രണ്ടാമത്തെ സാമ്പത്തിക ശക്തി, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്ന അവരെ ഒഴിവാക്കിക്കൊണ്ട് എന്തോ G7 എന്തോ എക്കണോമിയാണ്, അതൊക്കെ നിങ്ങൾ ചുമ്മാ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ പറയത്തില്ല, ചില ആൾക്ക് പോടേ അതേസമയം ഇവന്മാർ വലിയ അടിയായി. അവന്മാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം യൂറോപ്പും അല്ലെങ്കിൽ G7 രാജ്യങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണ കൊടുക്കുന്നതിന് അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ഈ ഓരോ രാജ്യങ്ങളെയും അല്ലെങ്കിൽ പാത അടയ്ക്കും, അല്ലെങ്കിൽ കപ്പലുകളെ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയും. നമ്മളറിയത്തില്ല, നമ്മുടെ ഇതിനകത്ത് വലിയൊരു കാര്യം, അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ കസ്റ്റഡിയിലാണ് കപ്പലുകൾ, പ്രൈവറ്റ് കപ്പലുകൾ. അപ്പോൾ ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് യൂറോപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾ. ഓരോ ലോഡിനാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. ലോഡിന് ഇൻഷുറൻസ് കൊടുക്കാത്ത അവസ്ഥയിൽ അവിടുന്ന് സാധനം നമ്മൾ ഇന്ത്യക്കാർ വരുന്നെങ്കിൽ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം കോടാനുകൂടിയുള്ള സാധനമാണല്ലോ, അവിടെ കയറ്റിയും വിടത്തില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇൻഷുറൻസ് ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ ഇതിനകത്ത് കടൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ അത്രയും പറ്റിയ അത്രയും സാധനത്തിന് ഇത് വരത്തില്ല. അപ്പം ആ ഇൻഷുറൻസ് കൊടുക്കാതെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കാതെ, അല്ലെങ്കിൽ G7 രാജ്യങ്ങളാണ് ഇതിൻ്റെ കസ്റ്റഡിയും കൊടുക്കാതെ വന്നാൽ അവർ ഇടപെടുന്ന ഒരു അവസ്ഥയില്ല. രണ്ടാമത് ഈ കപ്പലുകൾ നമ്മൾ ടാങ്കർ ലോറികളുള്ള മുതലാളിമാരുണ്ടല്ലോ, നമുക്ക് പമ്പുണ്ടെങ്കിൽ പറയും ഒരു ലോഡ് സാധനം എടുത്തുകൊണ്ട് പോടി, അപ്പൊ നമ്മൾ അതിന്റെ ഇത് കൊടുത്താൽ ഇതുപോലുള്ള കപ്പലുകളുണ്ട്. ഈ കപ്പലുകളുടെ കസ്റ്റഡിയും യൂറോപ്യൻ രാജ്യം G7 രാജ്യങ്ങളുമാണ് അത് കൂടുതലുള്ളത്. നമ്മുടെ കയ്യിൽ അങ്ങനെയില്ല. അപ്പം അങ്ങനെ ഒരു രീതി വരുമ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ചവിട്ടി പിടിച്ചാൽ ഈ പറയുന്ന നേരായ പാതയിൽ കൂടി ഇത് കൊണ്ടുവരുന്നതിന് കപ്പലുകൾ ഇല്ലാതെ ഇപ്പം ഇവിടെ തന്നെ ഭയങ്കരമായിട്ടങ്ങ് പറയുമല്ലായിരുന്നു, എണ്ണ വരവ് നിർത്തി. ഏതാ നമ്മുടെ റിലയൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവർ നിർത്തി. കാരണം അവർക്ക് ഇന്ന കമ്പനിയിൽ നിന്ന് എടുക്കേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ലോകം മൊത്തവും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അവർക്ക് ലോകം മൊത്തം ബന്ധമുള്ളപ്പം അമേരിക്കയെ പിണക്കൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിലും മറ്റൊരു മറിച്ചൊക്കെ എണ്ണ ഇപ്പോൾ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പം അവരിപ്പോൾ എണ്ണ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കല്ല, അവർക്ക് നമ്മുടെ ഇവിടെ കൊണ്ടുവച്ച് എണ്ണ സംസ്കരിക്കുമ്പോൾ നമുക്ക് എണ്ണ സംസ്കരിച്ചു മറിച്ച് വയ്ക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടും. നമ്മൾ പിന്നെ ഇതെല്ലാം ഇന്ത്യയിൽ കൂടെ നടക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ലാഭം കിട്ടുമെന്നുള്ളതല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കൂട്ടുള്ള ഒരു കാര്യമില്ല. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റഷ്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നതല്ല, ഇവർക്കറിയത്തില്ല, റഷ്യ നമ്മൾ വിചാരിക്കുന്ന ഒരു രാജ്യമല്ല. ഈ ഷാഡോ ഷിപ്പുകൾ എന്ന് പറയുന്ന സംവിധാനം റഷ്യ അതാ പറഞ്ഞത്, എന്തോ പറഞ്ഞാലും ഞങ്ങൾ കൊടുക്കും. നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ 2ാം നമ്പർ പണി എന്ന് പറയത്തില്ലേ നാട്ടില്, അത് ഏറ്റവും കൂടുതൽ ലോകത്ത് നടത്തുന്ന റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ റഷ്യ, അറിയോ? നമ്മൾ പറയത്തില്ലേ മാഫിയ രാജ്യം റഷ്യ, മാഫിയ നിയന്ത്രിക്കുന്ന റഷ്യ. എന്താ റഷ്യ പേടിക്കേണ്ടത്? ഇതിന്റെ 2-3 രാജ്യങ്ങളുണ്ട്. ഒന്ന്, ഈ റഷ്യയുടെ ഷാഡോ ഷിപ്പുകളുടെ എണ്ണം കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. 1404 ഷാഡോ ഷിപ്പുകളുണ്ട് റഷ്യ. ഇത് റഷ്യയുടെ സാധനമാണ്. ഇതിന് സെക്യൂരിറ്റി കൊടുക്കുന്ന ആരാന്നറിയാം? അവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ എല്ലാ രാജ്യത്തെയും ബാൻ ചെയ്തേക്കുന്ന രാജ്യം, അറിയത്തില്ലേ? അതൊന്നും നോക്കത്തില്ല. ഡോളർ അടിക്കുക, അമേരിക്കൻ ഡോളർ അടിക്കുക വിതരണം ചെയ്യുക, ഈ മയക്കുമരുന്ന് കൊണ്ട് കൊടുക്കുക, ഹൂതികൾക്ക് ആഹാരമല്ല ആയുധം കൊടുക്കുക. ഇതുപോലെ 2ാം നമ്പർ പണികൾ ലോകത്ത് എവിടെ നടന്നത്. അപ്പൊ ഇതുണ്ട് ഷാഡോ ഷിപ്പുകൾ. ഈ ഷാഡോ ഷിപ്പുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കക്ക് പേടിയുള്ളൂ. കള്ളപ്പണിയാണല്ലോ ചെയ്യുന്നത്. അവര് ചിലപ്പോൾ കപ്പൽ വരുമ്പോൾ അറിയാൻ പറ്റത്തില്ല അമേരിക്കയുടെ കുടിയും വെച്ചോണ്ടായിരിക്കും, അല്ലെ ബ്രിട്ടന്റെ കുടിയും വെച്ചോണ്ടായിരിക്കും വരും. വേറെ ഏതെങ്കിലും രാജ്യം അതിനകത്തും വേറൊരു കാര്യം, നമ്മൾ തൽക്കാലമായിട്ടൊക്കെ പഴയ ഈ വിൽക്കാൻ കിടക്കുന്ന കപ്പലുകൾ മേടിക്കും, എന്നിട്ട് താൽക്കാലിക രജിസ്ട്രേഷൻ വരും. ഇപ്പം ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ താൽക്കാലിക രജിസ്ട്രേഷൻ, ഈ താൽക്കാലിക രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 കൊല്ലത്തേക്കും 2 കൊല്ലത്തേക്കും ഒക്കെ കാണും. എൻ്റെ പിന്നെ ഒരു കപ്പൽ ചിലപ്പോൾ കടന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എല്ലാം 6-7 മാസം എടുക്കും. 1 കൊല്ലം മിനിമം രജിസ്ട്രേഷൻ കൊടുത്തേക്കത്തുള്ളൂ. അപ്പൊ ആ രജിസ്ട്രേഷൻ കൊടുക്കുന്ന രാജ്യത്തിന് സാധനം വയ്ക്കാം. ഇതിനകത്ത് ഈ കപ്പൽ ഓടിക്കുന്നത് ചൈനക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഇറാൻകാരൻ കൊണ്ടുവരുന്ന സാധനം ഇന്ത്യക്കായിരിക്കും. ഇത് ചൈനയ്ക്കും ഉണ്ട് ഇത്. അപ്പോൾ ഏതവസരത്തിലായാലും അവർ പിന്നെ റിസ്ക് വരും, ഈ പറയുന്ന സമ്പത്ത് പറയും. ഏതവസരത്തിലായാലും ഇവരെ തടയാൻ പറ്റുന്ന ഒരു അവസരം. മാത്രമല്ല ഇറങ്ങി നിന്ന് അവർ കൊണ്ടുവരുന്ന ചരക്കിനതൊക്കെ തടഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പണിയല്ല. അത് റഷ്യ പറഞ്ഞിട്ടുണ്ടല്ലോ, ചുമ്മാ ആവശ്യമില്ലാതെ കളിക്കാൻ വന്നാൽ
അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഇതേ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതൊന്നും അറിയത്തില്ല G7 രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും. പിന്നെ മൂച്ചിനങ്ങ് പറയും ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം, സാധിച്ചു തരാം, മറ്റു തരാം, മറിച്ച് ഇപ്പോഴും എണ്ണ വരുന്നുണ്ടല്ലോ. അവിടെ ഇവിടെ 1-2 കമ്പനിയെ ബാൻ ചെയ്യുന്നു പറഞ്ഞ് ബാക്കിയുള്ള കമ്പനികളിൽ നിന്ന് എണ്ണ വന്നുകൊണ്ടിരിക്കുകയില്ലേ. മാത്രമല്ല പരസ്യമായിട്ട് ഇതിനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞു. ഇത് രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. അമേരിക്കയെ വെല്ലുവിളിക്കുന്നതിന് പരസ്യ സ്വഭാവം കാണിക്കുന്ന ഇന്ത്യയും അത് അതേ രീതിയിൽ കാണിക്കുന്ന റഷ്യയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഇതൊന്നും നിങ്ങളൊന്നും ഒരു കാര്യമല്ല. ഇവിടെ ഇംഗ്ലീഷ് എഴുതി വെച്ചില്ല ബാനറിൽ. റഷ്യ ഇവിടെ വന്ന് പുടിനെ സ്വീകരിക്കാൻ ഇംഗ്ലീഷ് എഴുതി വെച്ചില്ല. എഴുതി വെച്ചാൽ എന്തുവാ റഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും. അതിൻ്റെ അർത്ഥം എന്തുവാ? സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലായി ഇംഗ്ലീഷ് പോലും വേണ്ട എന്നുവെച്ചാൽ അമേരിക്കയാണല്ലോ ഇംഗ്ലീഷിന്റെ കസ്റ്റോഡിയൻ. ഇംഗ്ലീഷ് അതേ രീതിയിലേക്ക് പോകും. അപ്പം ഈ റഷ്യയുടെ നമ്മൾ പറയത്തില്ല യഥാർത്ഥമായിട്ടുള്ളൊരു മുഖം കണ്ടാൽ അല്ലെങ്കിൽ അവതരിച്ചാൽ ഈ പറയുന്നത് പോലെ G7 രാജ്യങ്ങളും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഞെട്ടിയിരിക്കുകയാണ്. ഏതായാലും ഇതൊരു പുതിയ തുടക്കമാണ്. അതിനെ ആര് വിചാരിച്ചാലും തടയാൻ പറ്റത്തില്ല. അത് അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥയും ഇല്ലെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇപ്പൊ ഈ റഷ്യ എണ്ണ ശരിക്കും അവർ കൊണ്ടുപോകുന്ന 3 രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഗ്രീസ്, സൈപ്രസ്, മാൾട്ട ഈ 3 രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യക്ക് വേണ്ടി എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ G7 രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഷാഡോ ഫ്ലീറ്റ്. ഈ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ കൊണ്ടുവച്ചേക്കുന്ന കപ്പലാണ്. ഈ കപ്പലിൽ ഇൻഷുറൻസ് ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ കപ്പല് റഷ്യ വാങ്ങിയിട്ട് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഖാനയിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യത്തിലോ ഉണ്ട്. എന്നിട്ട് അവിടുത്തെ പതാകം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കപ്പലുകൾ ശരിക്കും പറഞ്ഞാൽ നികുതി വെട്ടിച്ച് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യ കുറഞ്ഞ വിലയിൽ എണ്ണ തരുന്നത്. അപ്പോൾ റഷ്യയുടെ പണി ഇതൊക്കെയാണ്. ഇപ്പോൾ ഷാഡോ ഫ്ലീറ്റ് ഏറ്റവും അധികം ഉള്ള രാജ്യം ഏതെന്ന് വെച്ചാൽ റഷ്യയാണ്. പക്ഷേ സ്വന്തം പേരിലല്ല. ഈ കപ്പലുകൾ വരുമ്പോൾ G7 രാജ്യങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം എന്താ അറിയാം, അവിടെ പോയി പരിശോധിക്കാം. കാരണം ഈ കപ്പൽ യാതൊരു രേഖവുമില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ റഷ്യ ആക്രമിക്കാൻ പറ്റും. കാരണം ഈ കപ്പൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊടിയായിട്ട് പോകുന്നു. അവർ നിർത്തിയില്ലെങ്കിൽ അവർ നിർത്തിക്കേണ്ടി വരും. പിന്നെ അത് ബാൻ ചെയ്യാം. പിന്നെ അത് വേണമെങ്കിൽ ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് കൃത്യമായി തെളിവില്ലെങ്കിൽ നശിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് സാഹചര്യം ഉണ്ടാകും. റഷ്യയെ പോലൊരു രാജ്യത്തെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പറ്റുന്നത് അമേരിക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമെങ്കിലും ഇവർക്ക് നേരിട്ട് വന്ന് റഷ്യയെ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ മേടിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും കൂടെ റഷ്യയെ സഹായിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷാഡോ ഫ്ലീറ്റിൽ എണ്ണ കൊണ്ടുവരുമ്പോൾ ആ കപ്പലിനെ യൂറോപ്യൻ രാജ്യങ്ങൾ വളയും. അങ്ങനെ വളഞ്ഞാൽ ഇത് ചൈനയിലേക്കോ ഇന്ത്യയിലേക്കോ ഉള്ള എണ്ണയാണെങ്കിൽ നമ്മളുടെ നേവി പോയി അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യം വന്നില്ലേ? ആ സമയത്ത് റഷ്യ ആക്രമണം നടത്തിയും ഒപ്പം ഇന്ത്യയോ ചൈനയോ സഹായം ഉണ്ടെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് റഷ്യ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ ഇത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇത് പൊളിക്കാൻ വെച്ചേക്കുന്ന കപ്പലാണ്. എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ അതിൻ്റെ നഷ്ടം ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ കുറഞ്ഞ വില തരുന്നത്. അപ്പം ഈ G7 എന്ന് പറയുന്ന ആ സഖ്യത്തിലെ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നിയന്ത്രണമുള്ള കടൽ മേഖലയുണ്ട്. ആ കടൽ മേഖലയിൽ വന്നിട്ട് ഇത്തരത്തിൽ മാൾട്ടയുടെ അതുപോലെ തന്നെ ഈ സൈപ്രസിൻ്റെ ഗ്രീസിൻ്റെ ഒക്കെ കപ്പലുകളെ നിയന്ത്രിക്കും. അവരുടെ പറയും നിങ്ങൾ ഇതുമായിട്ട് ചെല്ലരുത്, നിങ്ങൾക്ക് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ചെറിയ രാജ്യങ്ങളാണ്, പേടിക്കും. അങ്ങനെ റഷ്യയെ പേടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ശ്രമം. പക്ഷേ അപ്പോഴാണ് ഈ നോർത്ത് കൊറിയയുടെ ഒരു സഹായം ഈ പറയുന്ന റഷ്യയിലേക്ക് വരുന്നത്. നോർത്ത് കൊറിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും അമേരിക്കയ്ക്കെതിരെ പണിയും. അവർക്ക് അത്രയുള്ള ലക്ഷ്യം, അല്ല റഷ്യയെ സഹായിക്കുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമൊന്നുമല്ല. നോർത്ത് കൊറിയയുടെ ലക്ഷ്യം അമേരിക്ക ഇതിനകത്ത് അവരിടയ്ക്കിടയ്ക്ക് മിസൈൽ പരീക്ഷിക്കുന്നത്. എന്തിനാണ് മിസൈൽ പരീക്ഷിക്കുന്നത്? അമേരിക്ക ലക്ഷ്യം. ഇതാണ് അവരുടെ പറച്ചില്. സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ ഈ പറയുന്ന G7 രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒറ്റയടിക്ക് നിയന്ത്രിക്കാമെന്നോ ഒറ്റയടിക്ക് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാമെന്ന് പറയാൻ നടക്കില്ല. ഇവിടെ ഇപ്പം പറയുന്ന കാരണം എന്താ, ഉക്രൈന് ആക്രമിക്കാനായിട്ട് റഷ്യക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. എവിടുന്നാ? കുറഞ്ഞ വിലയ്ക്ക് എണ്ണ മേടിക്കുന്ന രാജ്യങ്ങൾ നൽകുന്നു. അത് പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യ, മറ്റൊന്ന് ചൈനയാണ്. ഈ 2 രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ സമുദ്രമേഖലയ്ക്ക് നമുക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. 2 രാജ്യങ്ങളുടെയും നേവി ഭയങ്കര ശക്തമാണ്. അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു നീക്കം നടത്തിയാൽ അത് 2 വട്ടം ആലോചിക്കണം. പ്രത്യേകിച്ച് പുടിൻ ഇപ്പൊ ഇന്ത്യ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് ആ സഹകരണ കരാറിലുണ്ട് നമ്മുടെ യുദ്ധക്കപ്പലുകൾ റഷ്യയിലെ ഈ തുറമുഖത്ത് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, അവർ സ്വീകരിക്കും. മുൻകൂർ അനുമതി ഒന്നും വേണ്ട. അവരുടെ വിമാനങ്ങൾ യുദ്ധക്കപ്പൽ ഇന്ത്യൻ തുറമുഖത്തേക്കും വരാം. അപ്പൊ അങ്ങനെ ഒരു കരാറിലൂടെ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും റഷ്യയെ സഹായിക്കും. പിന്നെ കാലങ്ങളായിട്ട് ചൈനയും റഷ്യയും തമ്മിൽ നല്ല ബന്ധവുമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഈ നീക്കം അത്ര സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപകടമാണ്. അതാണ് പ്രതിരോധം കണ്ട് വിയർത്ത് G7 യൂറോപ്പൊക്കെ വിറച്ചേക്കാണ്. ഇത് ഇപ്പോഴത്തെ പുതിയ സിനു പറഞ്ഞ ഈ പുതിയ കരാറുണ്ടല്ലോ, അവിടോട്ട് യഥേഷ്ടം ചെല്ലാതെ ഇതൊക്കെ ഉദ്ദേശിച്ചാ അല്ലെങ്കിൽ ഇതൊക്കെ ഉദ്ദേശിച്ചാ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും റഷ്യ എന്ന് പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ
പേടിക്കില്ല. പേടി. പേടിപ്പിക്കുന്നവർക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ളതാണ് ഉറപ്പ്. അത് തന്നെ റഷ്യ ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്ന പുതിയ ഒരു കാര്യം പറഞ്ഞല്ലോ. പഴയത് അല്ലല്ലോ ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇരുന്ന ഇന്ത്യ ഒന്നും അല്ലല്ലോ. 77 കൊല്ലം കഴിഞ്ഞല്ലോ. ഇപ്പൊ മാത്രമല്ല ഇന്ത്യക്ക് എന്തും തീരുമാനിക്കാം. അതും മാത്രമല്ല അതുമല്ല ഇപ്പൊ ഇന്ത്യയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ഒരു ഭരണാധികാരിയായിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പേടിപ്പീരൊന്നും ഇന്ത്യയോടും വേണ്ട, അതിന്റെ കൂടെ പറയുന്നുണ്ട് റഷ്യയോടും വേണ്ട.